ഭർത്താവ് മരണപ്പെട്ട് ആ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായാതെ അയാളുടെ ഡ്രസ്സ് കാണുമ്പോൾ, അയാൾ കിടന്ന റൂം കാണുമ്പോൾ, അയാൾ ഓടിച്ച സ്കൂട്ടി കാണുമ്പോൾ എല്ലാം ആ ഭർത്താവിനെ കുറിച്ച് മറക്കാൻ പറ്റാതെ ഏകാന്തയായി തുണക്കാളില്ലാഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റാതെ പുറത്തെവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും കൂടെ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരു വിധവയോട് ബന്ധുക്കൾ പറയുന്നു, ഒരു നല്ല ആളുണ്ട്, ഒരു വിവാഹത്തെക്കുറിച്ചുള്ള അന്വേഷണം, നിന്നെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. ഇദ്ദ പൂർത്തിയായി, എന്താ വിവാഹവുമായി മുന്നോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന്, ഞാൻ അയാളോടൊപ്പം തന്നെ എത്തും, ഞാൻ അവിടെ അദ്ദേഹത്തോടൊപ്പം തന്നെ ജീവിച്ചു കൊള്ളാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടും കൂടെ ഒരു ഹലാലായി ഒരു തുണയെ കിട്ടുമെന്ന് കണ്ടിട്ടും വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പരലോകം ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്, പ്രസംഗം കേട്ടതുകൊണ്ടല്ല. പരലോകമുണ്ടെന്ന് ഉള്ളിൽ തട്ടി അറിയുന്നത് കൊണ്ടാണ് മരണപ്പെട്ടു പോയ ഭർത്താവിനോടൊപ്പം ചേരാൻ അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വ അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വ സൗജൻ ഖൈറൻ മിൻ സൗജിഹി. നമ്മളൊക്കെ മയ്യത്ത് നിസ്കാരത്തിൽ പറയാറുണ്ട്, നല്ല ഒരു കുടുംബത്തെ കൊടുക്ക്, നല്ലൊരു ഭാര്യയെ കൊടുക്ക്, നല്ലൊരു ഭർത്താവിനെ കൊടുക്ക് എന്ന് നമ്മൾ പറയില്ല. അതൊരു യാഥാർത്ഥ്യബോധമാണ്. ജീവിതത്തിൽ എവിടെയും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചിന്തയാണ് പരലോകം എന്ന് പറഞ്ഞാൽ. ഏത് വിഷയത്തിൻ്റെയും ഉത്തരമാണ്. നോക്കൂ, നിങ്ങൾ 25 കൊല്ലം ജീവിച്ചിട്ട് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരുണ്ട്. 25 വയസ്സിൽ അവർ മരിച്ചു. ഇവിടെ 70, 80, 90 കൊല്ലം ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അയാൾക്കാകെ ദുനിയാവിൽ കിട്ടിയത് 25 കൊല്ലമാണ്, അല്ലെങ്കിൽ 10 കൊല്ലമാണ്, അല്ലെങ്കിൽ ജനിച്ചിട്ട് ഒരു ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബാക്കി ആൾക്ക് എവിടെയാണ്? ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്നുണ്ടെങ്കിൽ 25 കൊല്ലം കൊണ്ട് ജീവിതം തീർന്നു. അല്ല, അത് വീണ്ടും പുനഃസംഗമിക്കുമെന്നാണ്. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം സ്വർഗത്തിൽ ശേഷം വന്ന ഒരാൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ ഈ ലോകത്ത് യാതൊരു മാർഗവുമല്ല. നബി ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന ആൾ സ്വർഗത്തിലാണെന്ന് അബൂബക്കറും ഫിൽ ജന്ന എന്ന് പറയാൻ പറ്റും. ഇനി ആർക്കും പറയാൻ പറ്റൂല. ഇന്നൊരാൾ സ്വർഗത്തിലായിരിക്കും ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരിക്കലും പറയാൻ പറ്റും. എന്നാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ത്? നിങ്ങൾക്ക് പ്രസവിച്ച ഉടനെ ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും, സംശയമല്ലാതെ പറയാൻ പറ്റും. അത്ര ഉറപ്പാണ്. എന്താ അത്ര ഉറപ്പാവാൻ കാരണം? ആ കുട്ടി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പരലോകത്തെ മുൻനിർത്തി പറഞ്ഞു തരികയാണ്. പരലോകം എന്നുള്ളത് നമ്മുടെ ജീവിതവുമായി എത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. ആ കുട്ടിനെ നിനക്ക് കിട്ടും, കാരണം ആ കുട്ടി സ്വർഗത്തിലുണ്ടാകുന്നു മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ വിശാലത നോക്കൂ നിങ്ങൾ. 10, 70, 80 കൊല്ലം ജീവിച്ച ആ കുട്ടിയുടെ ഉമ്മ സ്വർഗത്തിലെത്തുമെങ്കിൽ പോലും പാപങ്ങളും തെറ്റുകളും ചെയ്തു പോയവർക്ക് കിട്ടുന്ന സ്വർഗ പദവി ഏതായിരിക്കും? ഏതെങ്കിലും സ്വർഗ പദവി തെറ്റിയാൽ ആ കുട്ടിൻ്റെ എത്തൂല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അൽഹഖ്നാ ബിഹിം ദുർരിയത്തുഹും, ആ കുട്ടിയോടൊപ്പം ചേർത്ത് കൊടുക്കും. നന്മകളെയും തിന്മകളെയും പരിഗണിക്കാതെ ആ കുട്ടിയോടൊപ്പം എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, പരലോകം എന്നതിൻ്റെ യാഥാർത്ഥ്യ ബോധം അത് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. നേർക്ക് നേരെ കണ്ടിട്ടൊരാൾ സ്വർഗവും നരകവും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അദൃശ്യമായി വിശ്വസിക്കണം, പരലോകത്തിൽ നിന്നാണ് അദൃശ്യമായി വിശ്വസിക്കണം. അതുകൊണ്ടാണ് കണ്ടിട്ടും ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കുമ്പോൾ ആ ഈമാൻ ഉപകാരപ്പെടാത്തത്. ഫിർഔൻ വിശ്വസിച്ചല്ലോ, ഫിർഔൻ വിശ്വസിച്ചിട്ടുണ്ട്. ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന് പറഞ്ഞു. എപ്പോഴാണ് വിശ്വസിച്ചത്? ഇത് യാഥാർത്ഥ്യമാണെന്ന് നേരിട്ട് അനുഭവത്തിൽ വന്നപ്പോൾ ആ സമയത്തുള്ള ഈമാൻ ഒരാൾക്ക് ഉപകാരപ്പെടില്ലെന്നാണ്. അപ്പം അദൃശ്യമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കേ അതെന്ത് ചെയ്യുള്ളൂ, നാളെ പരലോകത്ത് പ്രയോജനപ്പെടുള്ളൂ. ഇപ്പം സഹോദരന്മാരെ, ജീവിതത്തിൽ എപ്പോഴും ഈ സ്വർഗ നരകങ്ങളെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാവണം. ഒന്ന് ഇരുന്ന് യാഥാർത്ഥ്യബോധത്തോടെ ആലോചിക്കുക. നമ്മളിപ്പോൾ ഏറി വന്നപ്പോൾ ഈ ദുനിയാവിലൊരു 100 കൊല്ലം ജീവിക്കുക വിചാരിച്ചോളൂ നിങ്ങൾ. ആയിരക്കണക്കിന് വർഷമായി കബറിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി കബറിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ദുനിയാവിൽ അവർ ജീവിച്ചത് 70 കൊല്ലം 80 കൊല്ലമാണ്. എന്നാൽ കബറിൽ ജീവിക്കുന്നത് ആയിരക്കണക്കിന് കൊല്ലം. ഇനി പരലോകത്ത് ജീവിക്കുന്നതോ മരണമില്ലാത്ത അനന്തമായ കാലഘട്ടം. അങ്ങനെ അനന്തമായ ദീർഘമായ കബർ ജീവിതത്തിനും അവസാനിക്കാത്ത പരലോക ജീവിതത്തിൻ്റെയൊക്കെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടെ തന്നെയാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കണം. അത് ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദീനിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ഒരു ജാമിയയുടെയും നമ്മൾ ഈ ദീനിയായ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയൊക്കെ മഹത്വം. അവിടെ ഞാൻ പറയാം, A+ കിട്ടിയ നല്ല ഉയർന്ന റാങ്കിലുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഏറ്റവും മുന്നിലുണ്ടാവുക. അങ്ങനത്തെ ഒരു കുട്ടി SSLC കഴിഞ്ഞതിന് ശേഷം എയ്ഡഡ് അല്ല, പിന്നെ ഇവിടെ ശരിക്കും പ്രൈവറ്റായിട്ട്
ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ +1 +2 എഴുതുന്നത്. ഡിസ്റ്റൻസ് ആയിട്ടാണ് +1 +2 എഴുതുന്നത്. അതായത് റെഗുലറായ കോളേജുകളിൽ നേരിട്ട് എന്ത് ചെയ്യാണ് അപേക്ഷിച്ചാൽ മെറിറ്റിൽ സീറ്റ് കിട്ടാവുന്ന നല്ല മാർക്കുള്ള കുട്ടികൾ എന്താണ് രക്ഷിതാക്കളുടെ അനുവാദത്തോടു കൂടെ സമ്മതത്തോടു കൂടെ കൂട്ടായി തീരുമാനിച്ചിട്ട് ഇവിടെ ഈ ഓപ്പൺ +2 വന്ന് ചേരുകയാണ്. ആ +2 എന്ത് ചെയ്യുന്നു, അതിനേക്കാളും പ്രാധാന്യത്തോടെ ദീൻ പഠിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത. അത് ആർക്കേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് പടച്ചോനിലും പരലോകത്തിലും ഉള്ളൊരു വിശ്വാസം കൊണ്ട് ദീന് കൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഏറ്റവും നന്മ വരിക എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്കല്ലാതെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. യാതൊരു സംശയമില്ല, ഭൗതികമായി ഇവിടെ വരുന്നതിനേക്കാളും ഒരു കുട്ടിക്ക് പുരോഗതി ഒരു പക്ഷേ നാട്ടിൽ വാപ്പൻ്റെയും ഉമ്മൻ്റെയും കൂടെ നിന്നൊരു സ്ഥാപനത്തിൽ പോയാൽ പഠിച്ചാൽ ഉണ്ടാവും. അതുണ്ടായിട്ടും ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ വരണം എന്ന് താല്പര്യപ്പെടുന്നതിൻ്റെ പിന്നിൽ എന്തുണ്ട് അറിയോ? നമ്മുടെ ആ വിശ്വാസത്തിനും ഈമാനിനുമൊക്കെ വലിയൊരു പങ്കുണ്ട്. അതാണ് ദീനിൻ്റെ പ്രാധാന്യം, മഹത്വം എന്നുള്ളത്. ആ ദീന് കൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങളെ, പ്രയോജനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകും. ഒന്ന്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും, അവൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ദീൻ തന്നെയാണ് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഭൗതികമായ എന്തെങ്കിലും നല്ല പുരോഗതിയുള്ള കോഴ്സുകൾ കാര്യങ്ങളും എടുക്കുന്നതിന് ഒരിക്കലും നമ്മൾ എതിരല്ല. കാരണം ഇവിടെ തന്നെ വല്ല കുട്ടികളും പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരൊക്കെ മറ്റ് ആർട്സ് കോളേജുകളിലും മറ്റ് കോഴ്സുകൾക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും. എല്ലാ കുട്ടികളും ഇവിടെ കൂടുന്ന ആരും ചേർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾക്ക് പോകുന്നത് തെറ്റാണെന്നോ ശരിയല്ലെന്നോ നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും അവളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് ദീനിനെ കുറിച്ചുള്ള അറിവാണെന്നല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു കുടുംബ ജീവിതമാണ്, ഭദ്രമായൊരു കുടുംബ ജീവിതമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെന്താണ്, ഒരു നല്ല തൊഴിൽ വേണം, നല്ലൊരു വരുമാനം വേണം. അവന് ജീവിതത്തിൽ പല കാര്യങ്ങളും അവന് നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പം നമ്മൾ ഗൾഫിലൊക്കെ ഉള്ള സുഹൃത്തുക്കളായിട്ടൊക്കെ ബന്ധപ്പെടുകയും അവിടെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്ത ദിവസങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ പറയും, ഓരോരുത്തരും അവനവൻ്റെ ഒരു ആണെന്ന നിലക്ക്, ഒരു പുരുഷൻ എന്ന നിലക്ക് ഒരു പ്രവാസ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ച് അവന് പറയേണ്ടത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ നല്ല വിശ്വസ്തമായ ദീനുള്ള ഒരാൾ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നും ഈ ലോകത്ത് ഭയപ്പെടാനില്ല. അതൊരു സ്ത്രീക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സുരക്ഷയാണ്. വിവാഹം വിജയിച്ചുവെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം വിജയിച്ചു. എന്നാൽ വിവാഹം പരാജയപ്പെട്ടു വിചാരിച്ചോളൂ നിങ്ങൾ, ഭർത്താവ് അവളെ സംരക്ഷിക്കാത്ത ഒരാളാണ്, അങ്ങനെ വിവാഹത്തിൽ നിന്ന് കിട്ടേണ്ട യാതൊന്നും കിട്ടില്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ വേറെ എന്തുണ്ടായിക്കോട്ടെ, ഞാൻ പറഞ്ഞ ജോലി ഉണ്ടാവാം, വരുമാനമുണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം, അംഗീകാരമുണ്ടാകാം, സ്ഥാനമുണ്ടാകാം, എന്തുണ്ടായാലും അവൾക്ക് ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി അനുഭവിക്കാനും ആസ്വദിക്കാനും ഒരിക്കലും പറ്റൂല. അപ്പോൾ ഒരു വിവാഹം വിജയിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ കാര്യം എന്താണ്? ദീനാണ്. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ദീനുള്ള ഒരു ഭാര്യയാണ്. ദീനിൻ്റെ ഒരു മനസ്സുള്ള ഒരു സ്ത്രീയിൽ നിന്നാണ് ഒരു പുരുഷന്റെ കുടുംബ ജീവിതത്തിന്റെ സമ്പൂർണമായ വിജയം എന്ന് പറയുന്നത്. അത് നമുക്ക് വലിയ വിശദമായി പറയാതെ പറയും. ഈ കുടുംബ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാണുമ്പോൾ, ഈ പീസ് റേഡിയോയിലൊക്കെ ലൈവിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ധാരാളം ക്വസ്റ്റ്യനുകൾ വരും. ഞാൻ ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ഉൾക്കൊള്ളുന്ന ഒരേ ഒരു കാര്യമുണ്ട്, അത് കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും. എല്ലാ കുടുംബപരമായ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ആശയമുണ്ട്. എന്താണ് ആശയം എന്നറിയങ്ങൾ? എല്ലാ കുടുംബ പരാതികൾക്കും പിന്നിലുള്ളത് കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എനിക്കൊരു സ്വൈരവും തരുന്നില്ല എന്നാണ് ആ ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം. ഒരു ഭാര്യ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് എനിക്ക് സ്വസ്ഥമായ ഒരു ജീവിതം തരുന്നില്ല എന്നല്ലേ അവൾ പറയണത്. ഭർത്താവ് ഒരു പരാതിയുമായി വരുമ്പോൾ എൻ്റെ ഭാര്യയെ കൊണ്ട് എനിക്കൊരു പൊറുതിയുമില്ല എന്നാണ് പറയുന്നത്. മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഈ മക്കൾ എനിക്കൊരു സമാധാന ജീവിതം തരുന്നില്ല എന്നാണ് ഉമ്മമാർ പറയണത്. അമ്മായിമ്മ എനിക്കൊരു സമാധാന ജീവിതം തരുന്നില്ല, മരുമോളെ കൊണ്ട് എനിക്കിവിടെ നിലനിന്ന് പോവാൻ പറ്റുന്നില്ല. ഇതാണ് എല്ലാ കുടുംബ പരാതികളുടെയും പിന്നിലുള്ള പരാതി. ഇതെന്തുകൊണ്ടാണ് സഹോദരിമാരെ ഉണ്ടാവുന്നത്? ഇത് ദീനില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഉണ്ടാവുന്നത്. ദീൻ ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. സാധാരണ ഞാൻ ചിന്തിച്ചിരുന്നത് എന്താ വെച്ചാൽ, വളരെ അടുത്ത് ഇടപഴകി സ്നേഹത്തോടു കൂടെ ജീവിച്ച ദമ്പതികളിൽ നിന്ന് ഒരാൾ മരിക്കുമ്പോൾ മറ്റയാൾക്ക് ഒരിക്കലും ആ സങ്കടം സഹിക്കാൻ പറ്റൂല. അത് ശരിയായിരിക്കും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ, മരിക്കുന്നത് വരെ തല്ലുകൂടി ജീവിച്ച് മക്കൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും,
എന്താണ് ഇപ്പം അമ്മ അങ്ങക്കൊന്ന് നല്ല നിലക്ക് ജീവിച്ചാൽ എന്ന് മക്കൾ, പ്രായപൂർത്തിയായ മക്കളും കല്യാണം കഴിച്ച മക്കളും മരുമക്കളൊക്കെ ചോദിക്കും. എന്നാ നിങ്ങളുടെ ഈ തല്ലൊന്ന് തീരാന്ന് അവർ ആവർത്തിച്ച് ചോദിക്കും. അങ്ങനെ മരണത്തിൻ്റെ തലേന്നും അടിച്ച് കരഞ്ഞ് ബഹളം വെച്ച് മരണപ്പെട്ടു പോയ ആളാണ് അയാൾ. പക്ഷെ അയാൾ മരിച്ചു പോയതിന് ശേഷം എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്ത്രീ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ എനിക്ക് പരിചയമുള്ള അവരുടെ ഒരു മോൻ ചോദിച്ചു, നിങ്ങളൊന്ന് പറഞ്ഞേരി, ഉപ്പുള്ള കാലത്ത് മുഴുവനും നിങ്ങൾ ഉപ്പാനായിട്ട് അടികൂടി, ഇപ്പം എന്താ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടാൻ കാരണം? സഹോദരി സഹോദരന്മാർ, ഇതിൽ വലിയൊരു സന്ദേശമുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല എൻ്റെ പ്രസംഗം, എന്നാലും ഞാൻ പറയണം. നമ്മളിവിടെ വന്ന കടമയ്ക്ക് ഞാൻ പറയാണ്, അത് ഈ സാഹചര്യങ്ങളെ കൊണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കരയാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചു. അപ്പം പറയണം, വാപ്പ മരിക്കണത് വരെ ഒരു ദിവസം വാപ്പയോട് നല്ലോണം നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൻ്റെ കാര്യമാണ്. മനസ്സിലായി? അതിനാണ് അവർ കാരണം. വാപ്പ മരിക്കണത് വരെ നല്ലവണ്ണം നിൽക്കാൻ വാപ്പൻ്റെ കൂടെ ഒരു ദിവസം സാധിച്ചില്ലല്ലോ എന്നാ പറഞ്ഞു. അപ്പം എന്താ വേണം, നിങ്ങൾ ഈ ദ്രോഹിക്കണവരൊക്കെ കുറിച്ച് ഓർത്ത് നിങ്ങൾ കരയും. അത് പറയാനാണ് ഞാൻ. നിങ്ങൾ ദ്രോഹിച്ച മരുമകളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരു നാൾ കരയും. നിങ്ങൾ ദ്രോഹിച്ച അമ്മായിമ്മയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരു നാൾ കാണും. നിങ്ങൾ അടികൂടിയ മക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരു നാൾ കരയും. നിങ്ങൾ അടികൂടിയ ഉമ്മയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരു നാൾ കരയും. കരയുമെന്ന് മാത്രമല്ല, നിങ്ങൾ കരയുമെങ്കിൽ അതിനെ കരയും. മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആരെങ്കിലും കരയുമെങ്കിൽ അവരെ ദ്രോഹിച്ചതിനെ കുറിച്ച് ഓർത്ത് മാത്രമേ കരയൂ. അവരെ സ്നേഹിച്ചതിനോ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയതിനോ അവരെ പരിപാലിച്ചതിനോ നമ്മൾ എന്തിനു കരയണം? അവരെ ദ്രോഹിച്ചതിന് മാത്രമേ നമ്മൾ കരയൂ. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ എല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയാണ്. അതാണ് കുടുംബജീവിതത്തിൽ നടക്കുന്നതിൽ. അത് എങ്ങനെ നമുക്ക് സാധിക്കുന്നു? അതെങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദിക്കണം. അതെങ്ങനെ നമുക്ക് കഴിയുന്നു? നമ്മുടെ ഇസ്ലാമികമായ ഒരു മര്യാദ വെച്ച് എങ്ങനെ നമുക്ക് സാധിക്കും? നമ്മൾ അറിഞ്ഞ ഒരു അറിവനുസരിച്ച് എങ്ങനെ നമുക്ക് സാധിക്കും? ഇസ്ലാമികമായ ബോധമനുസരിച്ച് സാധിക്കില്ലെന്ന് വിശ്വസിക്കണം. നിങ്ങൾ അടുത്ത സമയത്ത് നിങ്ങൾ കേട്ടിട്ടായിരിക്കും, ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞല്ലോ, ഒരു പാതിരി. അയാൾ പറഞ്ഞു, ഞാനിവിടെ ഈ പാലക്കാടും അതേപോലെ തന്നെ താമരശ്ശേരിയും ഒക്കെ ഉള്ള രൂപതകളിൽ പിന്നെ ഫാദറായിട്ട് ജോലി ചെയ്ത ആളാണ്. അവിടെ ഞങ്ങളെന്താ വെച്ചാൽ, ഈ ഞങ്ങളുടെ പിന്നെ കോൺവെൻറ്റിലെ ആളുകൾക്ക്, അന്തേവാസികൾക്ക് എന്താണ് സേവന പ്രവർത്തനങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്ന ഈ വൃദ്ധസദനങ്ങൾ വിസിറ്റ് ചെയ്യും. എല്ലാവരെയും പാടെ കൂട്ടി വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും, അവിടുത്തെ വയസ്സായ മാതാപിതാക്കളൊക്കെ. അപ്പം അങ്ങനെ സന്ദർശിക്കാൻ ഈ ഒരു മലപ്പുറം, പാലക്കാട് പരിസരങ്ങളിലുള്ള മിക്കവാറും വൃദ്ധസദനങ്ങളൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് എന്നാണ് ആ ഫാദർ പറയണത്. എന്നിട്ട് അയാൾ പറയാണ്, അവിടെയൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ, അവിടെയൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ മുസ്ലിം ആയിട്ടുള്ള വൃദ്ധന്മാരെയോ വൃദ്ധകളെയോ അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് അയാൾ പറയുന്നത്. എന്താ കാണാൻ കഴിയാത്തത്? അത് നമ്മുടെ ദീനീ ബോധമാണ്. വാപ്പനെയും ഉമ്മനെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല എന്നുള്ള നമ്മുടെ ബോധം കൊണ്ടാണ്, അല്ലാതെ വേറെന്തെങ്കിലും കാരണമുണ്ടോ? മറ്റുള്ള മതസ്ഥർക്കൊക്കെ ഉള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുമില്ലേ? നമ്മളത് ചെയ്യാത്തത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ വിശ്വാസവും ആ അറിവും നമ്മളെ എന്ത് ചെയ്യുന്നതിന് സ്വാധീനിക്കുന്നത്. അപ്പം എന്താ അമ്മായിമ്മനെ സ്വാധീനിക്കാത്തത്? ഒരു ഇസ്ലാമികമായ ഒരു അമ്മായിമ്മയാകാത്തത് എന്താണ്? ഒരു ഇസ്ലാമികമായ ഒരു മരുമകളാകാത്തത് എന്താണ്? ഒരു ഇസ്ലാമികമായൊരു നാത്തൂനാവാത്തത് എന്താണ്? ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇതൊന്ന് ഇരുന്നാലോചിച്ചാൽ അറിയില്ലേ? അല്ല, നിങ്ങൾ എന്താ പറയുക, ഗൾഫിൽ നല്ല ഉഗ്രൻ സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും, മാസത്തിൽ അവർ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോരാനുള്ള സാലറിയും കാര്യങ്ങളുണ്ട്. അവിടെ സ്വന്തമായ ഫ്ലാറ്റ്, കമ്പനി അനുവദിച്ച ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലേക്ക് അവൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനുള്ള സമ്മതം അവൻ്റെ അമ്മ കൊടുക്കണില്ല. ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലായി, കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് അവൻ്റെ കൂടെ ഭാര്യയെ താമസിപ്പിക്കാൻ ഉമ്മ അനുവദിക്കുന്നില്ല, നാത്തൂന്മാർ സമ്മതിക്കുന്നില്ല. ആ ചെറുപ്പക്കാരൻ്റെ മനോവേദന നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഇപ്പം നിങ്ങൾ ചോദിക്കും, വാപ്പനെയും ഇമ്മനെയും നോക്കണ്ടേന്ന്. വാപ്പനെയും ഇമ്മനെയും നോക്കണം. വാപ്പനെയും ഇമ്മനെയും നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മകനെ കൊണ്ട് പെണ്ണെട്ടിക്കാൻ പറ്റുമോ സഹോദരിമാരെ? പറ്റും. വാപ്പനെയും ഇമ്മനെയും നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മകനെ കൊണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കുന്നത്? അതിനാണോ? ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വാപ്പനെയും ഇമ്മനെയും നോക്കണ്ടെന്ന് നമുക്ക് അഭിപ്രായം. അങ്ങനെ നോക്കാൻ ഏറ്റവും കടപ്പെട്ടത് മകനല്ലേ? ഓൻ എന്തിന് നിങ്ങൾ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു? എൻ്റെ മാന്യമായ ചോദ്യം, നിങ്ങൾ എന്തിനാണ് നിങ്ങളെ നോക്കാൻ വീട്ടിൽ ഒരാൾ വേണമെങ്കിൽ നിങ്ങൾ മകനെ എന്തിന് ഗൾഫിലേക്ക് പറഞ്ഞയച്ചു? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത്. നിങ്ങളെ നോക്കേണ്ട മകനെ നിങ്ങൾക്ക് ഗൾഫിലേക്ക് പറഞ്ഞയക്കാമെങ്കിൽ ജീവിതത്തിൽ അവനോടൊപ്പം മാത്രം ജീവിക്കാൻ അവകാശപ്പെട്ട ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നത് അവൻ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ അവനെ വേണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവൾ ഇന്ന്
സുന്ദരമായി രാവും പകലും മറ്റൊരുത്തൻ്റെ കൂടെ രാത്രിയും പകലും അവൾക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. നാം ഗൗരവമായി ചിന്തിക്കണം. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ ദീനിൻ്റെ ആൾക്കാരെന്ന് പറയുന്നുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ നാം മറ്റുള്ളവരെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദ്രോഹം ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഫൽഫർ ബിദാത്തി ദീൻ. ദീനുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ കണ്ടറിയാൻ പറ്റുള്ളൂ, ഒരാർക്കും പറ്റൂല. ഞാൻ പറഞ്ഞു, ഒരിക്കലെങ്കിലും നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ വാക്കുകൾ കേട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ദ്രോഹിച്ചവളാണ്. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും നിങ്ങൾ അവളെ ദ്രോഹിച്ചവളാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. തൻ്റെ നാവ് കൊണ്ടോ തൻ്റെ കൈ കൊണ്ടോ മറ്റൊരാളെ ഉപദ്രവിക്കുന്നവൻ മുസ്ലിം ആവൂല. നമ്മളെ പേടിച്ച് ആരും ജീവിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീക്ക് വേണ്ടത് ദീൻ തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ദീനാണ്. ഈ ദീനിൻ്റെ ശരിയായ ഒരു അറിവും ആശയവും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ ജീവിതം തന്നെ പോകും. സഹോദരിമാരെ, ഇവിടെ ഷിയാബ് നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ആൺപെൺ ബന്ധം എന്നുള്ളത് കോളേജ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. അതിനേക്കാളും ഉപരിയായിക്കൊണ്ട് ഇന്ന് അവിഹിതങ്ങളിൽ പെട്ടുപോകുന്നത് ആരച്ചിൽ വീട്ടമ്മമാരാണ്. ഈ പെൺകുട്ടികളെയും പ്രേമം മാത്രമാണ് ഇപ്പം എല്ലാവരും പ്രസംഗിക്കലുള്ളൂ. പെൺകുട്ടികളെ പ്രേമം മാത്രമല്ല, കാരണം ഏത് പെണ്ണും പെട്ടുപോകും. അത് അങ്ങനത്തെ ഒരു കാര്യമാണ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളാരും അതിൽ നിന്ന് അതീതരല്ല. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ എൻ്റെ വൈഫിനോട് ചിലപ്പോൾ ഞാൻ പറയും, നമ്മളിതുപോലെ പരിപാടികൾക്കൊക്കെ പോയാൽ ഈ റേഡിയോ ഒക്കെ കേൾക്കുന്ന പല സഹോദരിമാരുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യും, ഒരു സലാം പറയാനൊക്കെ ചിലപ്പോൾ അടുത്ത് വരും. അപ്പോൾ എന്താ പറയുക, അടുത്ത് വന്ന് വർത്താനം പറയുമ്പോൾ നമ്മൾ ബാക്കിക്ക് നിൽക്കുക വരിക. മനസ്സിലായി? ഓരോ അടുത്തേക്ക് വരിക ചെയ്യും. നമ്മളിങ്ങനെ ബാക്കിക്ക് മാറി പോവുക ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവർക്ക് ദീനി മര്യാദകൾ അറിയാഞ്ഞിട്ടാണെന്നല്ല ഞാൻ പറയുന്നത്. അവരൊരു തെറ്റായ ഉദ്ദേശത്തിനുമാണ് വരുന്നതെന്ന് ഞാൻ പറയും. പക്ഷെ അവർ വരുന്നതിൻ്റെ പിന്നെ എന്താ വെച്ചാൽ അത്രയും വിശ്വാസമാണ് മൗലവിമാരെ. അതന്നെ നിങ്ങളൊക്കെ പെട്ടുപോകാനുള്ള കാരണം. മനസ്സിലായി? അത്രയും വിശ്വാസമാണ് നമുക്ക് ആളുകളെയൊക്കെ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒരു പെണ്ണിൻ്റെ ദുരന്തം, ഏറ്റവും വലിയ ദുരന്തം. മനസ്സിലായി? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആണുങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നിങ്ങളൊരു പുരുഷൻ്റെ സാന്നിധ്യത്തിൽ ഒരു പുരുഷനെ കാണുകയോ നോക്കുകയോ ഒരു പുരുഷൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വരികയോ ചെയ്താൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഒരു ദുഷിച്ച ചിന്ത വരാനുള്ള സാധ്യത ഒരു 1-2% മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരാൺ അങ്ങനെയല്ല. ഒരാണിന് ഒരു പെണ്ണിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴേക്കും അയാളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരും. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഈ പെൺകുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അപ്പോൾ പെൺകുട്ടികൾ പറയും, എന്താ അറിയോ, അങ്ങനത്തെ ഒരു ബന്ധമൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ, എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് പറയും. എന്നാൽ ഞാൻ ഓർക്കുന്ന ഇന്നേ വരെ ഒരു ആൺകുട്ടി പ്രേമത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അവളിൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവന് ഫ്രണ്ടല്ല, അവർ ഭാര്യൻ. കല്യാണം കഴിക്കാത്ത അവിഹിതത്തിനുള്ള ഒരു പെണ്ണാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പെൺതുണ. എന്നാൽ പെൺകുട്ടിക്ക് അങ്ങനെയല്ല, അവൾക്ക് ക്ലാസ് പഠിക്കണ ഒരു ഫ്രണ്ട് മാത്രമാണ്, ഒരു സുഹൃത്ത് മാത്രമാണ്. അതുകൊണ്ട് സുഹൃത്തല്ലാന്ന് എപ്പോഴാണ് മനസ്സിലാകുക? നിങ്ങൾ സുഹൃത്തല്ലാന്ന് എപ്പോഴാണ് മനസ്സിലാകുക? അവൻ്റെ കൂടെ ഇങ്ങനെ ലോകം പറഞ്ഞ് മെസ്സേജ് അയച്ച അവസാനം എന്ത് ചെയ്യും? അവനൊരാഗ്രഹം ഉണ്ടാകും, അവനെ ആഗ്രഹം ഉണ്ടാവുള്ളൂ, ഒറ്റക്കോളപ്പം ഒന്ന് പോകണം. അപ്പോൾ ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, ഒരു ദിവസം ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് മെല്ലെ കൂൾ ബാർ കയറാൻ വേണ്ടി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിലേക്ക് എന്താണ് ഞാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമാണ്, അവിടെ എത്തിച്ചെന്ന് മുന്നിലെത്തുമ്പോൾ മാത്രമാണ് ഇവൻ ഇങ്ങനത്തെ ഒരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് എത്തുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിനാണ്. ആ ലക്ഷ്യം നിർവഹിക്കാതെ അയാൾ പിൻവാങ്ങില്ല. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു പുരുഷൻ നിങ്ങളിലേക്ക് വരുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അത് നിർവഹിക്കാതെ അയാൾ ഒരിക്കലും പിൻവാങ്ങില്ല. എന്തേ? 16 വയസ്സായ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ കൊന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലുന്നതിന് മുമ്പോ കൊന്നതിന് ശേഷമോ അവന്റെ ലക്ഷ്യം നിർവഹിച്ചിട്ടേ അവൻ കൊന്നിട്ടുള്ളൂ. അതാണ് പ്രേമം, അതാണ് സ്നേഹം. മനസ്സിലായി? എത്ര വലിയ സ്നേഹം പറഞ്ഞാലും നിങ്ങൾ ഒരു പുരുഷനോട് നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ, അയാൾ മോശമായ അവസ്ഥയിലേക്ക് ചാറ്റിങ് തുടങ്ങുമ്പോൾ നിങ്ങൾ നോ പറഞ്ഞാൽ അയാൾ അടുത്ത മെസ്സേജിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കും. നിങ്ങളൊരു പുരുഷനുമായി മെസ്സേജ് അയച്ചു, അയാൾ മോശമായ മെസ്സേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോ പറയും, ബ്ലോക്കാക്കും. അടുത്ത ഫോണിൽ അയാൾ വിളിച്ചിട്ട് എന്താ പറയാറിയോ? നിന്റെ ഫോട്ടോസ് എൻ്റെ കൈവശമുണ്ട്, നീ ചാറ്റ് ചെയ്ത സാധനം എൻ്റെ കൈവശമുണ്ട്, അത് ഞാൻ നിന്റെ ഭർത്താവിന് അയക്കും, നിന്റെ വാപ്പാക്കയക്കും, ഉമ്മാക്കയക്കും. സ്നേഹിക്കുന്ന ആളെ സ്വഭാവം മാറിയത് എന്തേ? അയാളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ തുടങ്ങണേ ഉള്ളൂ.
അപ്പോഴാണ് നിങ്ങൾ ബ്ലോക്കാക്കി. ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്, ഒരു സഹോദരി പറഞ്ഞ കാര്യം. ആ സഹോദരി ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നതാണ്. ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നിട്ട് ഡോക്ടർക്ക് നിർബന്ധിതമായി ശരീരത്തിലെ കുറച്ചു ഭാഗം കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ആ ഡോക്ടറും നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു നല്ല ദീനിയാരുടെ ഡോക്ടറെടുത്ത് പോവാം, ഇങ്ങനത്തെ ഒരു ആവശ്യത്തിനാവണതെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ സെലക്ട് ചെയ്തത്. മനസ്സിലായി? ആ കണ്ട കാഴ്ച അയാളെ മനസ്സിനെ സ്വാധീനിച്ചു. അയാൾ എന്തായാലും പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുമ്പോൾ നമ്പർ കൂടെ വാങ്ങിച്ച്, ഒരു ഡോക്ടർ നമ്പർ വാങ്ങൽ നമ്മളെത്തുന്നില്ല, പക്ഷെ ആ നമ്പർ വാങ്ങിയിട്ട് നിക്കാബ് മാത്രം ഇട്ടുകൊണ്ട് അത്ര സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആ സഹോദരിക്ക് അയാൾ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ആ മെസ്സേജുകളോട് അവർ തീർത്തും നോ പറഞ്ഞു. പക്ഷെ വീണ്ടും അയാൾ കുറച്ചു കാലം മെസ്സേജ് അയക്കാതിരിക്കും. അനേകം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾ മെസ്സേജ് ആരംഭിച്ചു. കാരണം ഒരു പുരുഷന്റെ ഉള്ളിൽ മോഹമുണ്ടായാൽ അയാൾ അത് നിർവഹിച്ചേ അടങ്ങും. ഇതറിയുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, ഏതെങ്കിലും ഒരു പുരുഷനുമായി എന്തെങ്കിലും നിലക്കുള്ളൊരു ബന്ധത്തിന് നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ, അത് പത്രക്കാരനാവാം, വീട്ടിൽ മത്സ്യം കൊണ്ടുവരുന്നവനാവാം, നിങ്ങളുടെ കുടുംബ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോയിലെ ഡ്രൈവറാവാം, നിങ്ങളുടെ ഇളയച്ചനാകാം, മൂത്തച്ഛനാകാം, അളിയനാവാം, ആരുമാവട്ടെ, നിങ്ങളൊരു ബന്ധത്തിന് അവസരമുണ്ടാക്കി കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് അയാൾ മോഹിച്ചു പോയാൽ, നിങ്ങളെ കൊന്നിട്ടെങ്കിലും അയാളുടെ ലക്ഷ്യം നിർവഹിച്ചു പോകുമെന്നാണ് ചുറ്റുപാടുകൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ജീവിക്കണം. പടച്ചോൻ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കൂലേ? നോക്കാൻ പറ്റൂല എന്നാണ് അല്ലേ? ഒരാണ് പെണ്ണിനെ നോക്കാൻ പറ്റൂല, അതെങ്ങനെ പ്രായോഗികമാണോ? ഞാൻ നിങ്ങളെ നോക്കിയിട്ടല്ലേ ഇപ്പം സംസാരിക്കണം, അങ്ങനെ ആണോ? കുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം. അല്ലാഹ് അവിടെ ഒരു മിന്ന് പറഞ്ഞു എന്നാണ്. ദ മിന്ന്, കുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം. ദൃഷ്ടികളിൽ നിന്നും താഴ്ത്തണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പെണ്ണുങ്ങളെ നോക്കേണ്ടി വരും. ഏറ്റവും മിനിമം എന്ത് ചെയ്യേണ്ടി വരും? വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്തെങ്കിലും കാണാൻ പോണ പെണ്ണിനെ നോക്കേണ്ടി വരും. അതൊരു പെണ്ണാന്നുള്ള നിലക്ക് തന്നെയല്ലേ നോക്കേണ്ടി വരും. ഇപ്പോൾ പടച്ചോന്റെ ഖുർആനിലുള്ള സൂക്ഷ്മതയാണ്, പദപ്രയോഗങ്ങളാണ്. അഥവാ ഹലാലായൊരു നോട്ടം വേണ്ടി വന്നാൽ നോക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും അള്ളാഹ് എന്ത് പറഞ്ഞു? നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കണ്ണുകളെ താഴ്ത്തണം. ഹുവ അസ്കാലക്കും. അതാണ് നിങ്ങൾക്ക്. എന്താ നോട്ടത്തിന്റെ പ്രശ്നം? ഒരു നോട്ടമാണ് ഈ അപകടത്തിലേക്കും ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുന്ന ആദ്യത്തേതൊരു നോട്ടമാണ്. അപ്പോൾ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾക്ക് പിന്നിൽ അത്രയും വലിയ സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദീന് കൊണ്ടേ നമുക്ക് സ്വന്തം ജീവിതത്തിലും സുരക്ഷയുള്ളൂ എന്നാണ്. നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു പോകണമെങ്കിലും മാനം കെടാതെ പോകണമെങ്കിലും എന്ത് വേണമെന്നറിയെങ്കിൽ ഇത് വേണം. ഇതിനുള്ള മറ്റൊരു അപകടം കൂടെ ഞാൻ പറയാം. എല്ലാ സ്ത്രീകളും പെട്ടുപോകും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു. ഒന്ന്, നിങ്ങൾക്കത് അറിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് പിന്നിൽ, ആൺ പെൺ ബന്ധങ്ങൾക്ക് പിന്നിൽ എന്താ നിങ്ങൾ വെറും ശാരീരികമായ ലൈംഗികതയോ സെക്സോ മാത്രമല്ല ഉള്ളത്. അതിനപ്പുറത്തേക്ക് എന്താ ഒരു സമാധാനമുണ്ട്, ഒരു ഭയങ്കരമായ സമാധാനം. ആ ഒരു സമാധാനം വളരെ വലുതാണ്. എന്താ സമാധാനം എന്ന് വെച്ചാൽ, ഒരു ആണിനോട് പറയുമ്പോൾ കിട്ടുന്ന സമാധാനം ഒരു പെണ്ണിനോട് സംസാരിച്ചാൽ കിട്ടൂല. ഒരു പെണ്ണിന്, ഒരാണിനോട് പറഞ്ഞാൽ എന്ത് ചെയ്യൂല, ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന സമാധാനം കിട്ടൂല. അത് ആൺ പെൺ സൃഷ്ടിപ്പിലുള്ള ഒരു കാര്യമാണ് പടച്ചോൻ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. സമാധാനം അത് തൻ്റെ ഇണയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്താ അറിയോ, സാധാരണ ജീവിതത്തിൽ എന്താ വെച്ചാൽ സ്വന്തം ഭർത്താവിനോടോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോടൊന്നും പൊതുവേ അത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ ജീവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സംസാരത്തിൽ ഒരു ആശ്വാസം കിട്ടും, ഒരു സമാധാനം കിട്ടും. അതാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളും എന്താ വെച്ചാൽ അവർക്ക് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നോട് പറയും, ഞാനതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ വിഷമങ്ങൾ പരസ്പരം പറയാനും ആശ്വസിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ അത് വേർപെടുത്താൻ പറ്റാത്ത ബന്ധങ്ങളായി വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയാണ്, ഇപ്പം നിങ്ങളുടെ അയൽപക്കത്തോ നിങ്ങളൊരു ബന്ധുത്തിലൊരു ആൾ മരിച്ചു, അയാളെ ഭാര്യ വിധവയായി, ഓക്കെ, അവരെ നമ്മൾ സഹായിക്കണം. പക്ഷെ അവരെ സഹായിക്കേണ്ടത് നിങ്ങളാണ്, ഭർത്താവല്ല. മനസ്സിലായി? അതുകൊണ്ട് അയാളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾ ത്രൂ മാത്രമേ പറ്റുള്ളൂ. കാരണം വിഷമം അനുഭവിക്കുന്ന ഒരാളെ പിന്തുണച്ചാൽ അത് ആണും പെണ്ണുമാണെങ്കിൽ അതൊരു ബന്ധമായി വളരും. അപ്പോൾ നിങ്ങൾ ഈ ക്യാമ്പസിലൊക്കെ ഉള്ള പ്രേമങ്ങളിൽ അവർ പറയുന്ന കഥ എന്താ അറിയുങ്ങൾ? അവരെ ജീവിത വിഷമങ്ങളാണ് കാമുകരോട് പറയാൻ. അങ്ങനെയാണ് അവിടെ മനസ്സടുക്കുന്നത്. അതുകൊണ്ട് അടുത്തു പോകും. അതുകൊണ്ട് ഒരു വിധവയെ സഹായിച്ചോട്ടെ ഭർത്താവ്, വിരോധമല്ല കേട്ടോ. പക്ഷെ ആ വിധവയ്ക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കേണ്ടത് നിങ്ങൾ മുഖേനയാവണം. അപ്പോൾ അയാൾ നിങ്ങളോട് പറയും, ഭർത്താവ് മരിച്ചപ്പോൾ ആണക്കറി ഞാൻ മരിച്ചു പോയ എന്തിക്കാരൻ്റെ അവസ്ഥ ഒക്കെ ശരിയാണ്,
പക്ഷെ എന്ത് ചെയ്യണം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളല്ല അത് ചെയ്യേണ്ടത്, അത് നിങ്ങളാണ്. പലപ്പോഴും ഇത്തരം ബന്ധങ്ങളാണ് പലപ്പോഴും അപകടകരമായ ബന്ധങ്ങളായി നിൽക്കുന്നത്. ഈ അടുത്തൊരു സമയത്ത് ഒരു സ്ത്രീ ചോദിച്ചൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഓർമ്മ വന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഭർത്താവ് മരിച്ചു, മനസ്സിലായി, യുദ്ധ കഴിഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ യുദ്ധ കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ അവരുടെ അയൽവാസിയായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും, വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വേണോ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അയാൾ ഇങ്ങനെ അന്വേഷിക്കും. അപ്പോൾ ഇവർക്ക് എന്തുള്ളൂ തോന്നുന്നു, അങ്ങനെ ആരുമില്ലാത്തൊരു സമയത്ത് ഒരു കാര്യങ്ങൾ ചോദിക്കാൻ ഒരാൾ നിലക്ക് ഇടയ്ക്ക് അയാൾ സാധനം വാങ്ങിയ പൈസ ഒന്നും വാങ്ങൂല, മനസ്സിലായി, അങ്ങനെയായി. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് എന്തായത്, അയാളുടെ മെസ്സേജും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും മാറിയെന്ന് മാത്രമല്ല, അവർ അപകടത്തിൽപ്പെട്ടു, അബദ്ധത്തിൽപ്പെട്ടു, ഏറ്റവും മാരകമായ തെറ്റുകൾ സംഭവിച്ചു. ആ തെറ്റിൻ്റെ കുറ്റബോധത്തിൽ ഇനി എനിക്ക് എങ്ങനെ എൻ്റെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും എന്നതിന് ആത്മാർത്ഥമായ ഒരു തൗബക്കും രക്ഷപ്പെടാനുമുള്ള വഴികളെക്കുറിച്ചും പുറത്തു കിട്ടുമോ എന്നൊക്കെ ചോദിക്കാനുമൊക്കെയാണ് അവർ വോയിസ് അയക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യത്തിൽ എന്താണ്, ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അപകടങ്ങളിൽ പെട്ടുപോകും. എപ്പോഴും നല്ല സൂക്ഷ്മയും നല്ല ജാഗ്രതയും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അപകടങ്ങളിൽ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ദീന് വേണം നമ്മുടെ കുടുംബജീവിതം നന്നായി പോകാൻ. ഞാൻ പറഞ്ഞു, ദീന് വേണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം സുരക്ഷ. നമ്മൾ അപകടത്തിൽ പെട്ടുപോകാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ. നാലാമത്തെ ഒരു കാര്യം, ദീന് നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ദീനെ ആയിട്ട് നിങ്ങൾ അറിവ് നേടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഒരു പകർപ്പാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഒരു പകർപ്പാണ്. ലോകത്തെ മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ ഇമാമിങ്ങളായത് അവരമ്മമാരെ കൊണ്ടാണ്, മനസ്സിലായി. നിങ്ങൾക്ക് വലിയ പങ്കുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അത് നിങ്ങൾക്ക് ദീനുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ദീനില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിൽ ദീൻ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഈ ജാമ്യയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടുന്ന് കോഴ്സൊക്കെ പൂർത്തിയാക്കി പുറത്തു പോയി കഴിഞ്ഞാൽ അവൾ ഭയങ്കര പ്രസംഗകയായി, ഭയങ്കര എഴുത്തുകാരിയായി, ഭയങ്കര പ്രബോധകയായി മാറുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയാം, അവൾക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ദീനിയായി വളർത്താൻ അവൾക്ക് പറ്റിയാൽ പോലും ഈ സമൂഹത്തിന് 2 പണ്ഡിതന്മാരെ സംഭാവന ചെയ്യാൻ, 2 നല്ല മനുഷ്യന്മാരെ സംഭാവന ചെയ്യാൻ ഒരുപക്ഷെ ഈ ക്യാമ്പസിൽ പഠിച്ചത് കൊണ്ട് അവൾക്ക് പറ്റും. ഒരു ഉമ്മൻ്റെ ദൗത്യം അതാണ്, ഒരു ഉമ്മൻ്റെ ദൗത്യം അതാണ്. നമ്മളെ പള്ളിയിൽ ഒരു അറബി കോളേജ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് ആൺകുട്ടികൾക്ക് വേണോ പെൺകുട്ടികൾക്ക് വേണോ എന്ന് ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് പെൺകുട്ടികൾക്കാണ് തുടങ്ങേണ്ടതെന്നാണ്. അതെന്താ പെൺകുട്ടികൾക്കാണ് തുടങ്ങേണ്ടത്? ഒരു പെൺകുട്ടിക്ക് പറ്റുന്നത് ഒരു ആൺകുട്ടിക്ക് പറ്റൂല. അപ്പോൾ ഈ പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മഞ്ചേരി അങ്ങാടിൻ്റെ ഒരു സ്റ്റേജ്, ഓപ്പൺ സ്റ്റേജ് കയറി ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ പ്രസംഗിക്കുമെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ ദീന് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. വൽ മർഅത്തു റാഇയത്തുൻ അലാ ബൈത്തി ബഅലിഹാ വവലദിഹി എന്നാണ്. ഭർത്താവിൻ്റെയും മക്കളുടെയും വീട്ടിലുള്ള യഥാർത്ഥ ഭരണാധികാരിയാണ് ആരെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുണ്ടായിരിക്കും, നിങ്ങൾ വളരെ മനോഹരമായി സൂക്ഷിച്ചു വരുന്ന നിങ്ങളുടെ വീട്ടിലെ സെറ്റി, നിങ്ങളുടെ പൂച്ചട്ടികൾ അല്ലേ, നിങ്ങളുടെ ഗ്ലാസ്, അലമാര, ബാത്റൂം, ഇതൊക്കെ ചിലപ്പോൾ ഒരു വിരുന്നേര് വന്നാൽ പോകുമ്പോഴൊക്കെ എന്താവും, അതെല്ലാം അടിച്ച് തകർത്ത് എന്ത് ചെയ്യും, തരിപ്പണമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കാറില്ലേ ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇവരെ വീട്ടിൽ കഴിഞ്ഞുകൂടി പോണതെന്ന് ആലോചിക്കൂലേ? നിങ്ങൾ എപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും? ഒരു 2 മണിക്കൂർ വരെ ഈ വീട്ടിൽ വന്നപ്പോഴേക്കും നിൻ്റെ വീട് ഈ കോലത്തിലായിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെയാണ് അവരാണ്. അപ്പോൾ നിങ്ങൾ സത്യത്തിൽ അവിടെ ആരെയാണ് പ്രതിയായി വിചാരിക്കുക? ആ കുട്ടിനെയാണോ? അല്ല ആ വാപ്പനിമ്മനെയാണ്? എന്താ ഇവരൊക്കെ മക്കളെ അവസ്ഥ എന്ന് പറയും. അപ്പം നിങ്ങളെ കുട്ടികളെ പറ്റി അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളത്തെ ഒരു മറുപടി ഉണ്ടല്ലോ അല്ലേ? നിങ്ങളെ കുട്ടികളായിട്ട് നിങ്ങൾ വിരുന്ന് പോയിട്ട് ആ വീട് മുഴുവൻ അടിച്ച് തകർത്തിട്ട് ആ വീട്ടുകാർ പറയാണ് എൻ്റെ കുട്ടികൾ വന്ന് പോയതിന് ശേഷം ഇവിടെ നിന്ന് നേരായിക്കിട്ടെ, നമ്മൾ കുറച്ച് അധ്വാനിച്ചിട്ടെന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികളെ അങ്ങനെ ആകണീന്ന് ഞങ്ങൾ എന്താ ചെയ്യണമെന്നല്ലേ പറയാം അല്ലേ? എല്ലാവർക്കും കുട്ടികളെ നേരാക്കാൻ പറ്റുമെന്നാണ്. വേറെല്ലാം കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും അത് വാപ്പാനിമാനി തകരാറാണെന്ന്. നമ്മളെ കുട്ടികൾ ചെയ്താൽ നമ്മളെന്താ പറയാ? അത് നമ്മളെ തകരാറല്ല, ചില കുട്ടികളെ തകരാറാന്നാ പറയും. എന്നാൽ സഹോദരിമാരെ, നമ്മളെ തകരാറ് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊടുന്നാൽ ഇതൊരു പ്രഭാഷണത്തിൻ്റെ വേദിയാകുന്നതുകൊണ്ട് ഇവിടെ ഓടിക്കളിക്കാൻ പാടില്ലെന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് അറിയേണ്ടത് പ്രസംഗിക്കണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല, അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറ്റും. മനസ്സിലായി? പള്ളിയിലേക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ 5 വയസ്സായ മോൻ ചെന്നാൽ എല്ലാവരും ഇരിക്കുന്ന പോലെ അവൻ സൊഫിലിരിക്കും. അവൻ നമസ്കരിക്കുന്നതിന് മുന്നിൽ പോവില്ല. അപ്പോൾ പോകുമ്പോൾ നമ്മൾ പറയും കുട്ടികളല്ലേ, ഓൾക്ക് അന്തല്ലാഞ്ഞിട്ടല്ലേ. കുട്ടികൾക്കാണ് അന്തല്ലത്, ഞമ്മക്ക് അന്തല്ലാത്ത കുട്ടികൾക്ക് അന്തമുണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര വട്ടം മനസ്സിലായിട്ടുണ്ട്? കുട്ടികൾ പറയുന്ന മറുപടികൾ കേട്ടാൽ നമ്മളൊരു 100 കൊല്ലം ജീവിച്ചാലും അങ്ങനത്തെ മറുപടി നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ബുദ്ധിയും അന്തവും അവർക്കുണ്ട്.
പക്ഷെ എന്താ അറിയോ, സാന്ദർഭികമായി പെരുമാറാൻ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. മരിച്ച വീട്ടിൽ എല്ലാവരും ദുഃഖിച്ച് നിൽക്കുമ്പോൾ ആ കുട്ടി നിങ്ങളെക്കാളും ദുഃഖത്തോടെ അപ്പുറത്ത് നിൽക്കും. നിങ്ങൾ അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടില്ലേ? ഇല്ലേ? എന്താ ഓടിക്കളിക്കാത്തത്? മരിച്ചു കിടക്കുന്നവൻ്റെ 5-6 വയസ്സായ കുട്ടി എന്താ ഓടിക്കളയാത്തത്? എന്താണ് അവൻ ആ മയ്യത്തിലേക്ക് നോക്കി ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്നത്? അവൻ അറിയാം മരണത്തെക്കുറിച്ച്, മരണ വീട്ടിൽ എന്ത് സംഭവിക്കുമെന്ന്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാതെ നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറയണത്, 7 വയസ്സാകുമ്പോഴേക്കും ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നിങ്ങൾ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് ഖുർആൻ ഓതാൻ അറിയും, എന്താ അറിയാത്ത? 7 വയസ്സിൻ്റെ മുമ്പ് നമ്മളെ പഠിപ്പിച്ചില്ല നമ്മളെ വാപ്പിയും. നമ്മൾ ഉച്ചരിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ പോലും ഇപ്പം നമുക്ക് പറ്റണില്ല. ഓരോ മഹ്റജുകളും ക്ലിയർ ആവണില്ല. മനസ്സിലായി? 3 വയസ്സിലും 5 വയസ്സിലും ഒരു കുട്ടി ഹാഫിളാകും. മഹാപണ്ഡിതന്മാരൊക്കെ ഹാഫിളായത് എപ്പോഴാണ്? ഇതൊക്കെ ഉമ്മാരെ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾക്ക് ദീന് വേണം. നിങ്ങൾ റേഡിയോ കേൾക്കണം, നിങ്ങൾ ദർസുകൾ കേൾക്കണം, നിങ്ങൾ ഇത്തരം പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കണം, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം, നിങ്ങൾ അറിവ് നേടണം. നിങ്ങളിൽ അറിവുണ്ടോ, ആ അറിവ് നിങ്ങളുടെ കുട്ടികളിലേക്ക് ഒഴുകാതിരിക്കില്ല. അത് ഒഴുകുമെന്നുറപ്പാണ്. നിങ്ങൾ തടുത്തു വെച്ചാലും നനഞ്ഞ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നാം പിടിച്ചിടത്തൊരു നനവുണ്ടാകുമല്ലോ. നനഞ്ഞ കൈ കൊണ്ട് പിടിക്കുമ്പോൾ പിടിച്ചിടത്തൊരു നനവുണ്ടാവില്ലേ? നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ മക്കളിലേക്ക് അത് പ്രവഹിക്കും. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഒരു സദസ്സിൽ വരുമ്പോൾ, ആളുകളെ കാണുമ്പോഴൊക്കെ അത് അവരിൽ നിന്ന് ശരിക്ക് പ്രകടമാകും, യാതൊരു സംശയ കാര്യത്തിൽ. അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ലവരായി വരാൻ നമ്മൾ അവർക്ക് എന്തു വേണം? നമുക്ക് ദീൻ ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, പാരന്റിങ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ സൈക്കോളജി അല്ല, മനഃശാസ്ത്രമല്ല പറയേണ്ടത്. ഇസ്ലാമിക് പാരന്റിങ്ങിൽ മനഃശാസ്ത്രം നമ്മൾ ചിന്തിച്ച് മനഃശാസ്ത്ര തത്വങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്താൽ പറ്റുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? സേവകനായി നിന്നു. സേവകനാണ്. അനസ് റളിയല്ലാഹു അൻഹു സേവകൻ, അതായത് പ്രവാചകന് വെള്ളം എടുത്തു കൊടുക്കാനും ബാത്റൂമിൽ വെള്ളം കൊണ്ടേ കൊടുക്കാനും ഭക്ഷണം എടുത്തു കൊടുക്കാനൊക്കെ വേണ്ടി കൂടെ നിന്ന ഒരു സേവകനാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 10 കൊല്ലം ഞാൻ നിന്നിട്ട് എന്നോട് റസൂൽ ചോദിച്ചിട്ടില്ല നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു. നമ്മളാകെ ചോദിക്കുന്ന ചോദ്യമാണിത്, അല്ലേ? നമ്മളെപ്പോഴും ജീവിതത്തിൽ മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണെന്ത്? എന്താപ്പത്? എന്തെങ്ങനെ ചെയ്തു, എന്തേ കാണിച്ച്, എന്തേ ചെയ്തു, എവിടെ പോയി എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ചോദ്യങ്ങളൊന്നും എന്തല്ല, ഒരു കുട്ടിയെ നമ്മളിലേക്ക് ആകർഷിക്കാനോ നമ്മൾ പറയുന്നത് കേൾക്കാനോ മനസ്സുകൊണ്ട് പറ്റുന്നതല്ല. നല്ല സ്നേഹത്തോടുകൂടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇല്ലാതെ സംസാരിക്കാനെങ്കിലും നമ്മൾ പഠിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞതാണ്. ദീന് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ, ദീനിയായ പണ്ഡിതകളായി നമ്മുടെ പെൺമക്കൾ വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ദീൻ കിട്ടുന്നതിൻ്റെ പ്രയോജനം മറ്റാർക്ക് ദീൻ കിട്ടിയാലും ഉണ്ടാവില്ല. ഒരു കുടുംബം സമാധാനകരമാകാൻ നിങ്ങൾക്ക് ദീനുണ്ടെങ്കിൽ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനത്തോടെ ജീവിക്കാൻ പരലോകബോധവും ദീനുമുണ്ടെങ്കിൽ നമുക്ക് പറ്റും. നമ്മുടെ മക്കൾ ദീനിയായി വളരാൻ നമുക്ക് ദീനുണ്ടെങ്കിൽ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ദീനിൻ്റെ പഠനങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അത് പഠിക്കാൻ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ ദീനുള്ളവരായി വളർത്താനും നമുക്ക് ദീനുണ്ടാവാനും നമ്മളെല്ലാവരും പരമാവധി പരിശ്രമിക്കണം.